എന്റെ രൂപത്തിൽ നടിച്ചു പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനാണെന്ന നിലക്കാരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് എന്നെ തന്നെയായിരിക്കും. അവിടെ പിശാചിന് സ്വാധീനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാൻ പണ്ഡിതന്മാര് പറഞ്ഞു, എന്താണ് മാർഗം? നബിയുമായി ആത്മീയ ബന്ധം വർദ്ധിപ്പിക്കുക. നബിയുമായി ആത്മീയ ബന്ധം വർദ്ധിപ്പിക്കാൻ എന്താണ് ഉപായം? ഇന്നത്തെ ദിവസം അതിന്റെ ദിവസമാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, ഏറ്റവും ബഹുമാനമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് വെള്ളിയാഴ്ച. അതിന്റെ ഒന്നാമത്തെ കാരണം ഫീഹി ഖുലിഖ ആദം, അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനമാണ്. മഹാന്മാര് ജനിച്ച ദിവസത്തിന് ബഹുമാനമുണ്ട്, അത് ആദരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ആദം നബിയുടെ ജന്മദിനമായതുകൊണ്ട് നിങ്ങൾ എന്താണ് അന്ന് ചെയ്യേണ്ടത്? ഫാക്തിറൂ അലയ്യ മിനസ്സലാ, ആദം നബി ഉൾപ്പെടെയുള്ള സർവരെയും സൃഷ്ടിക്കാൻ കാരണഭൂതരായ എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. അത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് വ്യാഴാഴ്ച, അസ്തമിച്ച രാത്രി അഥവാ വെള്ളിയാഴ്ച. എന്താണ് അങ്ങനെ നിങ്ങൾ വർദ്ധിപ്പിച്ചാലുള്ള പ്രത്യേകത? തുറലു അലയ്യ സ്വലാത്തുക്കും, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ആ സമയത്ത് എനിക്ക് കാണിക്കപ്പെടും. എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവൻ, സലാം ചൊല്ലുന്നവനെ അള്ളാഹു എനിക്ക് കാണിച്ചു തരും. ഞാൻ നിങ്ങളെ അറിയും. വെള്ളിയാഴ്ച പ്രത്യേകിച്ചും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ നിങ്ങളെ കാണും, അറിയും. ഇതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, കൈഫ തുറലു അലൈക സ്വലാത്തുനാ വഖദ് അരിംത യാ റസൂലല്ലാഹ്, തിരുനബിയെ നിങ്ങൾ മണ്ണിൽ ലയിച്ചു ചേർന്നു പോയിട്ടുണ്ടാകുകയില്ലേ? മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ സ്വലാത്ത് അവിടുന്ന് എങ്ങനെ അറിയും? ഞങ്ങളെ സലാം എങ്ങനെ കേൾക്കും? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇല്ല സ്വഹാബാ, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളെ ശരീരം തിന്നുന്നത് മണ്ണിന്റെ മേൽ അല്ലാഹു ഹറാമാക്കിയതാണ്. ഒരു നബിയുടെ ശരീരവും മണ്ണ് തിന്നുകയില്ല. വ്യക്തമായി ഞാൻ അറിയും, കേൾക്കും. അങ്ങനെ സ്വലാത്ത് നബിതങ്ങളുടെ പേരിൽ വർദ്ധിപ്പിച്ചാൽ നമ്മളും നബിയായ ആത്മീയ ബന്ധമായി. ആ ബന്ധമുള്ളവരാണ് ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി സ്വപ്നത്തെ സംബന്ധിച്ച് നബിതങ്ങൾ പറയുന്നു, അർറുയൽ ഹസനത്തു മിനർ റജുലിസ് സ്വാലിഹ്, നല്ല നല്ല മനുഷ്യന്മാർ, നല്ല ജീവിതം നയിക്കുന്ന ആളുകൾ കാണുന്ന നല്ല തരത്തിലുള്ള സ്വപ്നം, അത് ജുസുഉം മിൻ 46 ജുസുഅം മിനൻ നുബുവ്വ, അത് നുബുവ്വത്തിന്റെ 46 അംശങ്ങളിൽ ഒരംശമാണ്. നുബുവ്വത്തിന്റെ 46 ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ്. നല്ല മനുഷ്യൻ കാണുന്ന സ്വപ്നം അത് ഉള്ളതായിരിക്കും. അത് അള്ളാഹ് നൽകുന്ന സന്തോഷ വാർത്തയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് വിശദീകരിച്ചുകൊണ്ട് ഈ ആശയം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അങ്ങനെ മഹാന്മാരൊക്കെ ഇത് വിശദീകരിച്ചതുമാണ്. നമ്മൾ നല്ല മനുഷ്യർ കാണുന്ന സ്വപ്നം അത് നുബുവത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന സത്യസന്ധമായ നിർദ്ദേശങ്ങളാകുന്നു. അതേ സമയത്ത് സ്വപ്നത്തിൽ പിശാചിനും വലിയ സ്വാധീനമുണ്ട്. ഇത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകാൻ പാടില്ല. മഹാനായ ഹക്കീം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹി സ്വപ്നത്തെ സംബന്ധിച്ച് വിശദമാക്കിക്കൊണ്ട് പറയുന്നു, വക്കലല്ലാഹു ബിർറുയാ മലക്കൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിന്റെ വിഷയം ഒരു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏതാണ് ആ മലക്ക്? ഇത്തലാ അലാ അഹ്വാലി ബനി ആദമ മിനൽ ലൗഹിൽ മഹ്ഫൂസ്, മനുഷ്യരുടെ സർവ്വ ജീവിതവും സമഗ്രമായി രേഖപ്പെടുത്തിയ ഒരു രേഖയുണ്ട് ലൗഹുൽ മഹ്ഫൂസ്. അതിൽ നിന്നും ഓരോ മനുഷ്യരുടെയും ജീവിതം എന്താണെന്ന് നോക്കിക്കണ്ട ഒരു മലക്കാണ് സ്വപ്നത്തിന്റെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ഫയൻസഹു മിൻഹാ, ആ ലൗഹുൽ മഹ്ഫൂസ് എന്ന രേഖയിൽ നിന്നും ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ, ഭാവിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇദ്ദേഹം ഒപ്പിയെടുക്കും. എന്നിട്ടോ വയദ്രിബുലി കുല്ലിന്നലാ ഖദിയതിഹി മസലാ, ആർക്കാണോ സ്വപ്നദർശനമുണ്ടാകുന്നത് അയാൾക്ക് ഒരു ഉപമയായി ഈ മലക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കും.
ഫഇദാ നാമ മസ്സല ലഹുൽ അശിയാ അലാ തുരീഖത്തിൽ ഹിക്മ. ഉറങ്ങിക്കഴിഞ്ഞാൽ ചില ഹിക്മത്തുകൾക്ക് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ സ്വപ്നം കാണിച്ചു കൊടുക്കുക. അതിൽ തക്കൂന ലഹു ബുശ്റ ഔ നദാറത്തൻ, ഒന്നുകിൽ ഇയാളെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ഒരു വിപത്തിനെ തൊട്ട് താക്കീത് നൽകിയോ ആയിരിക്കും. ഔ മുആതബത്തൻ, അല്ലെങ്കിൽ ഇയാൾ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആക്ഷേപിച്ചുകൊണ്ടായിരിക്കും സ്വപ്നം കാണിക്കുക. അതേ സമയത്ത് ഈ മലക്ക് നല്ല സ്വപ്നങ്ങൾ കാണിച്ചു തരും. അത് മനുഷ്യന്റെ ഗുണത്തിനാണെങ്കിൽ വൽ ആദമിയു ഖത്തസല്ലത അലൈഹി ശൈത്താനു ലിശിദ്ദത്തിൽ അദാവത്തി ബൈനഹുമാ, മനുഷ്യനോട് കഠിനമായ ശത്രുത പുലർത്തുന്ന പിശാചും സ്വപ്നത്തിൽ ഇടപെടും. ഫഹുവ യുഖയ്യിദുഹു ബികുല്ലി വജ്ഹിൻ വയുരീദു ഇഫ്സാദ ഉമൂരിഹി ബികുല്ലി ത്വരീഖ്, സർവമാർഗത്തിലൂടെയും മനുഷ്യനെ വഴിതെറ്റിക്കാൻ പിശാച് ശ്രമിക്കും. ആ കൂട്ടത്തിൽ ഫയുലബ്ബിസു അലൈഹി റുയ്യാ, നമ്മൾ കാണുന്ന സ്വപ്നത്തിന്റെ ഇടയിലേക്ക് പലതും കടത്തിക്കൂട്ടി പിശാചുക്കൾ സ്വപ്നം അലങ്കോലപ്പെടുത്തും. അതൊന്നുകിൽ ഇമ്മാ ബിത്തഖ്ലീത്തിഹി ഫിഹാ, അതിലേക്ക് വേറെ ചിലത് കൂട്ടിക്കലർത്തി ആ സത്യസന്ധമായ സ്വപ്നത്തെ തിരിച്ചറിയാതെ ആക്കി. അതല്ലെങ്കിൽ ഇമ്മാ ബിഗഫലത്തിഹി അൻഹാ, ആ കണ്ട സ്വപ്നത്തെ പിന്നീട് ഓർക്കാൻ സമ്മതിക്കാതെ. നമുക്ക് പിന്നെ വലിയ വിഷമമുണ്ട്. ചില സ്വപ്നം കണ്ട നല്ലൊരു സ്വപ്നമായിരുന്നു, പക്ഷേ എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. അത് ശൈത്താന്റെ ഒരു കളിയാണ്. ഈ രീതിയിൽ പിശാച് സ്വപ്നത്തിൽ ഇടപെടുകയും നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും പിശാചിനും മലക്കിനും സ്വപ്നത്തിൽ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പം പല രീതിയിലുള്ള സ്വപ്നം ഉണ്ടാവും. ആ സ്വപ്നത്തിൽ നല്ലതല്ലാത്ത സ്വപ്നം അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? മോശപ്പെട്ട സ്വപ്നാണെങ്കിൽ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിലുള്ള കിതാബു തഅബീർ, സ്വപ്ന വ്യാഖ്യാനം എന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, വൽ അദ്ഗാസ്, രണ്ട് തരത്തിലുള്ള സ്വപ്നമുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ നുബുവത്തിന്റെ ഭാഗം എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ച സന്തോഷ വാർത്തയാണ് സ്വപ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നുബുവത്തായി ആദ്യത്തെ 6 മാസം സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നുവല്ലോ. അതാണ് നുബുവത്തിന്റെ ഭാഗമാണ്, 46 ഒരു അംശമാണെന്ന് റസൂലുള്ള പറഞ്ഞതിന്റെ സാരം. എന്നാൽ ഇനി പായ് കിനാബുകൾ എന്ന് പറഞ്ഞ മോശപ്പെട്ട കിനാബുകളുണ്ട്. അതിനാണ് അൽ അദ്ഗാസ്, പായ് കിനാബുകൾ. അതെന്താണ്? വഹിയലാ തുൻദിറു ബിശൈഇൻ, അത് എന്തെങ്കിലും ഒരു നിർദ്ദേശമോ ഒരു താക്കീതോ നമുക്ക് തരാനുള്ളതല്ല. പാഴ്ക്കിനാബുകൾ വഹിയ അൻവാഉൻ, അത് പല രീതിയിലും നമ്മൾ കാണും. അൽ അവ്വലു തലാഉബു ശൈത്താൻ ലിയഹ്സുന റായി, അതിലൊന്നേതാ? ശൈത്താന്റെ കളിയാണ്. നമ്മളെ ഒന്ന് മുഷിപ്പിക്കാനും ടെൻഷൻ അടിപ്പിക്കാനും വേണ്ടി ശൈത്താൻ സ്വപ്നത്തിലൂടെ ചില കളികൾ. ഏതുപോലെ? ഒരു മനുഷ്യൻ അവന്റെ തല അങ്ങോട്ട് മുറിച്ചു, എന്നിട്ട് ആ തല ഇവന്റെ പിന്നാലെ ഇങ്ങനെ ഓടി വരിക, ഉറക്കത്തിൽ കാണുകയാണ്. എന്നിട്ട് ഞെട്ടി ചാടി എഴുന്നേറ്റ് പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ ബേജാറാകുന്ന സ്വപ്നങ്ങൾ. സ്വന്തം തലേ നമ്മളെ ബാക്കിൽ ഉരുണ്ടുവരിക. അത് ശൈത്താൻ നമ്മളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി കാണിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരാളതാ ഒരു വലിയ കുടിയിലേക്ക് അങ്ങ് വീഴുകയാണ് ഉറക്കത്തിൽ. ഇത് കാണാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിയൊരു കുടിയിലേക്ക് വീഴുന്നതായിട്ട് കാണും. രക്ഷപ്പെടുത്താൻ ഒരാളും വരില്ല. അമ്മയും ബാപ്പിയൊക്കെ ചിലപ്പോൾ അടുത്തുണ്ടാവും. ഓലാരും മൈൻഡ് ചെയ്യുന്നില്ല. ഇവൻ ഇങ്ങനെ അടിയിലായിട്ട് പോവാൻ. അടിയിലടുത്തുമ്പോഴാണ് നമ്മൾ കട്ടുമെന്ന് താഴേക്കടുപ്പുക. അപ്പോൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് എന്താ പഠിച്ചോനെ സംഭവിച്ചു? ഇങ്ങനെയുണ്ട് ഒരു സ്വപ്നം. ഇതുപോലെ വസാനി, രണ്ടാമത്തെ പിശാചിന്റെ സ്വപ്നം ഏതാണ്? അന്നൽ മലായികത തഅമുറുഹു അൻ യഫ്അല ബഅദൽ മുഹറമാത്, ഞാനൊരു മലക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് പിശാച് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് എന്തായിരിക്കും അവൻ ഉപദേശിക്കുക? നീ ചില ഹറാമായ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് ഇത് നീ ചെയ്യണം, അല്ലെങ്കിൽ ഇനി മുതൽ നീ നിസ്കരിക്കേണ്ടതില്ല, അല്ലാഹു പൊരുത്തപ്പെട്ടിട്ടുണ്ട്, നിന്നെ പോലുള്ള ആളുകളൊന്നും നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, അത് മക്കയിലെ വലിയ കുതിരയുടെയും അതുപോലെ വലിയ വലിയ ഒട്ടകങ്ങളെയൊക്കെ ഇറച്ചി നിന്ന അറബികൾക്കുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിശാച് മലക്കാണെന്ന ഭാവത്തിൽ വന്ന്
പല സ്വപ്നവും കാണിച്ചു കൊടുക്കും. ഇത് അധികം ഉണ്ടാവലാർക്കാ? കള്ളത്തൊരീക്കത്തുകാർക്ക്. കള്ളത്തൊരീക്കത്തിൽ കുടുങ്ങിയ ആളുകൾ അതിന് പിന്മാറാത്ത എന്തുകൊണ്ടാ? അവര് ഞങ്ങൾക്ക് അനുഭവമാന്നാ പറയാ. ഏതാണ് ഈ അനുഭവം? ഈ പിശാചു വന്ന് ഇവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാ. പിശാചി അവരെ ശൈഖിന്റെ കോലത്തിൽ വരും, പകലും വരും, രാത്രിയും വരും, കിനാവിലും വരും, യക്ലത്തിലും വരും. അങ്ങനെ പല കോലത്തിലും വന്ന് കള്ളത്തൊരീക്കത്തുകാരനെ പിശാചു വഴിതെറ്റിപ്പിക്കും. ഇതുപോലെ വസാലിസു മൂന്നാമത്തെ രീതി ഏതാ? അൻ യറാമാ തതഹദ്ദസു ബിഹി നഫ്സുഹു ഫിൽ യഖ്ലാഹ് ഔ യതമന്നാ. ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയുമായി സംസാരിച്ചിരുന്ന വിഷയം അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അന്ന് വൈകുന്നേരം ഇരുന്നിട്ട് രാത്രി ഒരു 10-12 മണി വരെ വെടി പറഞ്ഞിരുന്നതാണ്. ആ ഇരുന്ന കൂട്ടത്തിൽ ഒരുപാട് വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്ന വിഷയങ്ങളായിരിക്കും ചിലപ്പോൾ ഉറക്കത്തിൽ കാണുന്നത്. ഇതും അൽഗാസ് എന്ന് പറയുന്ന പാഴ്ക്കിനാവുകളാണ്. അർത്ഥമുള്ളതല്ല, വ്യാഖ്യാനിക്കപ്പെടേണ്ടതല്ല. മുമ്പൊരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം കല്യാണം കഴിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? രാത്രി ഓളെ മുമ്പിൽ വലുതാണ്ട് അങ്ങനെ ഓന്റെ കഥ പറഞ്ഞു. നാട്ടിലുണ്ടാക്കിയ വികസനങ്ങൾ, ഓന്റെ നാട്ടിലെ വിശാലമായ ബസ് സ്റ്റാൻഡ്, അവിടെ വിസർജന സൗകര്യമില്ലാതെ പ്രയാസപ്പെട്ട കാലഘട്ടത്തിൽ ഞാൻ മുൻകൈയെടുത്തുകൊണ്ട് അവിടെ ഒരു സ്ഥലം വാങ്ങി. അങ്ങനെ അതാ അവിടെ നല്ല ഒരു 1-ാം തരം മൂത്രപ്പുരയൊക്കെ നിർമ്മിച്ച് സംഭാവന ചെയ്തു. ഇങ്ങനെ അവന്റെ പേരിലുള്ള നേട്ടങ്ങളൊക്കെ ഇങ്ങനെ അവിടെ കേൾപ്പിക്കുകയാണ് ആദ്യ രാത്രി. അതൊക്കെ കേട്ട് ഓള് ഓരോ ഉറങ്ങി. അർദ്ധരാത്രിയായപ്പോ ഇവൻ ഉറക്കത്ത് കാണുന്നത് ഇതേ വിഷയ. അങ്ങനെ കിനാവ് കണ്ടു അവസാനം മൂത്രപ്പുരൊക്കെ റെഡിയായി. ഇനി അതിന്റെ ഉദ്ഘാടനം ആര് ചെയ്യുന്നാരോ ചോദിച്ചപ്പോ പിന്നെ നേതാവ് തന്നെ ചെയ്യണ്ടേ? അങ്ങനെ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഭാര്യ വിവരം അറിയുന്നത്. അങ്ങനെയുണ്ട് ചില സ്വപ്നങ്ങൾ. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഉറങ്ങങ്ങളും സ്വപ്നം കാണും, ചിലപ്പോൾ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നാൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഉണർന്നിരിക്കുക. ഈ രീതിയിലൊക്കെ ശൈത്താൻ സ്വപ്നത്തിലൂടെ